ഓക്കെ, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് അറിയാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണെന്ന് അറിയാം. പിന്നെ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ സബ്ജക്റ്റ്, ഈ വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഈ ക്രമത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ഒരു സെന്റൻസ് തെറ്റുകൂടാതെ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ അതിനോടൊപ്പം തന്നെ 2 ടൈപ്പ് സെന്റൻസ് നമ്മൾ സിമ്പിൾ പ്രസന്റ് നോക്കുകയും ചെയ്തു. അതിൽ ഒന്ന് നോക്കിയത് ദേ കം എന്ന് പറഞ്ഞു. ദേ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ വരാറുണ്ട്. ദേ എന്നുള്ളതിന് പകരം സബ്ജക്റ്റ് ഹിയോ ഷിയോ ഇറ്റോ ആയി കഴിഞ്ഞാല് വെർബിന്റെ കൂടെ എസ് ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് അവൻ വരാറുണ്ടെന്നാണെങ്കിൽ ഹി കംസ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിച്ചു, അതിന്റെ തന്നെ നെഗറ്റീവ് സെന്റൻസ് എങ്ങനെ എഴുതാൻ പറ്റും നമ്മൾ നോക്കി. അതായത് അവർ വരാറില്ല, ദേ ഡു നോട്ട് കം, ദേ ഡു നോട്ട് കം. ഞങ്ങൾ പാടാറില്ല, വി ഡു നോട്ട് സിംഗ്. ഞങ്ങൾ ഉറങ്ങാറില്ല, വി ഡു നോട്ട് സ്ലീപ്. ഞങ്ങൾ നടക്കാറില്ല, വി ഡു നോട്ട് വാക്ക്. ഞങ്ങൾ ചിന്തിക്കാറില്ല, വി ഡു നോട്ട് തിങ്ക്. ഇത്രയുമാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ശരിയല്ലേ? Am I right? Yes, sir. ഓക്കെ 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 ഓക്കെ. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയുന്നു. ഈ ഡു നോട്ട് വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം, അതായത് നിങ്ങൾ അത് ചെയ്യാറില്ല, ആ ഒരു സെന്റൻസ് നിങ്ങൾ എന്നോട് പറയും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പറയാം ഐ ഡു നോട്ട് സ്മോക്ക്. അല്ല, ഞാൻ പുകവലിക്കാറില്ല. കാരണം അത് പതിവാണ്, ഹാബിച്വൽ ആക്ഷനാണ്, ഹാബിറ്റ് ആണ്, ഇറ്റ് ഈസ് മൈ ഹാബിറ്റ്. അതുപോലെ നിങ്ങൾക്ക് ഡു നോട്ട് വെച്ച് പറയാവുന്ന ഒരു വാചകം എന്നാണ് പറയാം. നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം അത് ഡു നോട്ട് വെച്ച് പറയാം. I do not drink. പറയൂ. I do not drink, sir. ഐ ഡു നോട്ട് ഡ്രിങ്ക്. പ്രസന്റ് ടെൻസ് ഓഫ് വെർബ് ഉപയോഗിക്കുക. ഐ ഡു നോട്ട് ഡ്രിങ്ക്. അതിന് കൂടെ വേണമെങ്കിൽ നമുക്ക് വേറൊരു വാക്ക് പിടിച്ചാൽ ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിക്കാറില്ല, ഞാൻ കാപ്പിയാണ് കുടിക്കാറില്ല, ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ. ഓക്കെ, അടുത്തത് നിങ്ങളൊന്ന് പറയും. ഇനിയിപ്പോ ജീവിതത്തിൽ പാലിക്കുന്നതാവണമെന്നില്ല, നമുക്ക് ഇംഗ്ലീഷ് ഒരു സെന്റൻസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. I do not watch cinema. ഓക്കെ, ഐ ഡു നോട്ട് വാച്ച് സിനിമ. ഞാൻ സിനിമ കാണാറില്ല, ഇറ്റ് ഈസ് മൈ ഹാബിറ്റ്. ഐ ഡു നോട്ട് വാച്ച് സിനിമ. അടുത്തത് I do not watch TV serials. I do not Watch TV serials. okay. I do not watch TV series. Okay. Very good. I do not watch TV series. I do not read newspaper. I do not read a newspaper. I do not read a newspaper. That is also very correct. I do not read a newspaper. I do not read a newspaper. അടുത്തത് I do not go to. I do not. I do not sleep in the time of noon. I do not sleep. അപ്പൊ ഒന്നുകൂടി ഭംഗിയാക്കാം. I do not sleep at noon. കേട്ടോ, ഉച്ചസമയങ്ങളിൽ ഞാൻ ഉറങ്ങാറില്ല. ഓക്കെ. I do not waste the time. I do not waste time. Okay, very good. I do not waste time. Okay. അടുത്തത് അപ്പൊ ഇതിൽ പറഞ്ഞോളൂ. I do not fly in the aeroplane. I do not Fly in the aeroplane. I do not fly the aeroplane. Okay. ഓ, വളരെ കടന്നു ചെയ്യാനാണ് പറഞ്ഞത്. വെരി ഗുഡ്. ഇംഗ്ലീഷ് സെന്റൻസ് കറക്റ്റ്. ഓക്കെ. I do not speak lie. സ്പീക്ക് ലൈ. ഓക്കെ. I do not speak lie. ഞാൻ നുണ പറയാറില്ല. എന്നിട്ടും ചിരിക്കുന്നത് ഇതുവരെയൊക്കെ വീഡിയോ നുണയായിരിക്കും അല്ലേ? ഓക്കെ. ശരി. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡു നോട്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഡു നോട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ദേ കം എന്ന് പറയുമ്പോൾ അവർ വരാറുണ്ട്.
ദേ ഡു നോട്ട് കം എന്ന് പറയുമ്പോൾ അവർ വരാറില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്തത് അവൻ വരാറുണ്ട് എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ ഹി കംസ് എന്ന് എഴുതും. COMES. എന്തുകൊണ്ട് SE ചേർക്കുന്നു എന്ന് ചോദിച്ചാൽ സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് വെർബിന്റെ കൂടെ SE ചേർക്കണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ SE ചേർക്കാം. ഇനി അവൻ വരാറില്ല എന്നാണ് എഴുതുന്നത്. അവൻ വരാറില്ല. അവൻ വരാറുണ്ട് എന്നുള്ളതിന് ഹി കംസ്. അവൻ വരാറില്ല എന്നാണെങ്കിൽ എന്താ എഴുതുക? എഴുതുകയോ He did not come. He did not come ഒരാൾ പറഞ്ഞു. പിന്നെ he did not come. He didn't come. He didn't come. Okay, didn't come എന്ന് പറഞ്ഞു. പിന്നെ He doesn't come. He doesn't come. അത് ജയലക്ഷ്മി. He doesn't come. അടുത്തത് He do not come. He do not come. He do not come. He do not come. He does not come. He didn't come. Okay, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് ആയിട്ട് തോന്നുന്നത് പറയും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരുത്താം. നിങ്ങൾക്ക് പറഞ്ഞതിൽ നിന്ന് ഇതായിരിക്കും ശരി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് പറയുക. കറക്റ്റ് ആയിട്ട് പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാം. ഞാനില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. ഇതിന്റെ അകത്ത് നമുക്ക് വേണ്ടത് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഒരാൾ പറഞ്ഞു ഹി ഡു നോട്ട് കം എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ കുട്ടി ഡു നോട്ട് കം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ വരാറില്ല എന്ന് നമ്മൾ എഴുതി പറഞ്ഞപ്പോൾ ദേ ഡു നോട്ട് കം എന്നാണ് പറഞ്ഞത്. അപ്പൊ അവൻ വരാറില്ല എന്ന് പറയുമ്പോൾ ഹി ഡു നോട്ട് കം എന്ന് പറഞ്ഞാല് കറക്റ്റ് ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ആ കുട്ടിയോട് ചോദിക്കുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചൊരു നിയമമില്ലേ, സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ വെർബിന്റെ കൂടെ SE ചേർക്കണം എന്നുള്ളത്. ഹി എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ എവിടെ SE ചേർത്ത്? എന്തോ? അപ്പൊ ഇവിടെ നമ്മൾ SE ചേർത്തില്ല അല്ലേ? അപ്പൊ നമുക്കൊരു S കൂടി ചേർക്കണം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഡു നോട്ട്, ഡസ് നോട്ട്, ഡു നോട്ട് എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് ആണ് സെന്റൻസ്. നെഗറ്റീവ് ഇല്ല എന്ന് അർത്ഥം വരുന്നത് നെഗറ്റീവ് എന്ന് പറയും. അതല്ലാതെ നമ്മൾ പോസിറ്റീവ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നെഗറ്റീവ് ടൈപ്പുള്ള സെന്റൻസ് ആണ്. അങ്ങനെയുള്ള വാക്ക് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെയല്ല SE ചേർക്കേണ്ടത്, ഡു എന്നുള്ളതിന്റെ കൂടെ SE ചേർക്കാം. എന്നിട്ട് അതെന്താക്കുക? ഡസ് നോട്ട് എന്നാണ്. മറക്കരുത്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ വെർബിന്റെ കൂടെ അല്ല നമ്മൾ SE ചേർക്കുന്നത്, ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബിന്റെ കൂടെ നമ്മൾ ചേർത്തിട്ട് ഡു എന്നുള്ളത് ഡസ് എന്നാക്കാം. അപ്പൊ എന്റെ കറക്റ്റ് ആൻസർ ഹി ഡസ് നോട്ട് കം എന്നാണ്. ഹി ഡസ് നോട്ട് കം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അവൾ ഉറങ്ങാറില്ല എന്നാണ് പറയുന്നത്. അവൾ ഉറങ്ങാറില്ല. അപ്പൊ അവൾ എന്നുള്ളതിന് ഷീയാണ്. ഷീ വരുമ്പോ ഒരാളേ ഉള്ളൂ, സിംഗുലർ ആണ്. അപ്പൊ ഡസ് നോട്ട് ചേർക്കുക. ഷീ ഡസ് നോട്ട് സ്ലീപ്. ഷീ ഡസ് നോട്ട് സ്ലീപ്. ഇനി വേറെ ഒന്നും കൂടി പറയാം, മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ല? ഓക്കെ 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 ഓക്കെ, നോ പ്രോബ്ലം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അവൻ വരാറുണ്ട് എന്ന് പറഞ്ഞ്, അല്ല അവൻ വരാറുണ്ട്, അവൻ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ഹി കംസ് എന്ന് പറഞ്ഞു. ഹി കംസ്. ഹി കംസ്. അവൻ വരാറില്ല എന്നാണെങ്കിൽ ഹി ഡസ് നോട്ട് കം എന്ന് പറയും. ഡസ് നോട്ട് കം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേന്നുള്ളത് നമ്മളൊന്ന് ഓർത്തിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു അവൻ വരാറുണ്ട്, ഹി കംസ്. അപ്പൊ അതിന്റെ നിയമം നിങ്ങൾക്കറിയാം, സബ്ജക്ട് സിംഗുലർ ആവുന്ന വെർബിന്റെ കൂടെ SE ചേർക്കണം. അവൻ വരാറില്ല എന്ന് പറയുമ്പോഴും സബ്ജക്ട് സിംഗുലർ ആണ്, അവനാണ് ഹി. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ SE ചേർത്തില്ലല്ലോ എന്നൊരു പക്ഷേ ചിന്തിക്കാം. ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കാം ഹി ഡസ് നോട്ട് കംസ് എന്നല്ല എഴുതേണ്ടതെന്ന് വിചാരിക്കും. കാരണം സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ ഒരു S വിളിച്ചത് കംസ് എന്ന് പറയേണ്ട എന്ന് വിചാരിക്കും. അപ്പൊ ഡസിന് ഒരു S ഉള്ളത് കൊണ്ട് അഡീഷണൽ ആയിട്ട് പിന്നെ ഒരു S ചേർക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഹി ഡസ് നോട്ട് കം എന്ന് പറയുന്നത്. ക്ലിയർ ആയി? ക്ലിയർ ആയി.
ഓക്കെ 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 ഓക്കെ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ നമുക്ക് കുറിച്ച് നോക്കാം. ഈ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും ഷീ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും സിംഗുലർ ഒരെണ്ണം ഒരു ഐറ്റം മാത്രമുള്ളെങ്കിലും, അപ്പൊ ബോയ്, ഗേൾ, പ്ലെയർ, അങ്ങനെ സിംഗുലർ ഒരു ഐറ്റം മാത്രമുള്ളെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് ഡസ് നോട്ടേ വരുള്ളൂ. അതല്ലാത്തതിനും കൂടെ ഡു നോട്ട് വരുള്ളൂ. അപ്പൊ ഡസ് നോട്ട് എവിടെയെങ്കിലും വരുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ. അപ്പൊ ഏകവചനമാണെങ്കിൽ സബ്ജക്റ്റ് എന്തൊക്കെ ആയിരിക്കും? ഒന്നില്ലെങ്കിൽ അവൻ, അല്ലെങ്കിൽ അവൾ, അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പേര്, ഒരു പേര്, ബോയ്, ഗേൾ, ബേർഡ്, ഒരെണ്ണം. ബേർഡ്സിനാണെങ്കിൽ ശരിയാവില്ല, ബോയ്സിനാണെങ്കിലും ശരിയാവില്ല, ഗേൾസിനാണെങ്കിലും ശരിയാവില്ല. ഒരൈറ്റം മാത്രം വരുന്നത് ബോയ്, ഗേൾ, ബേർഡ്, സിംഗുലർ. ഇതിനാണ് സിംഗുലർ അഥവാ ഏകവചനം എന്ന് പറയുന്നത്. അപ്പൊ സിംഗുലർ ആണെങ്കിലും നമുക്ക് ഡസ് നോട്ട് എന്നാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ശരിയായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഫയറും തമ്പൊക്കെ വരുന്നുണ്ട്. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തിലോട്ട് പോകാനായിട്ട്. ഓക്കെ 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 ഓക്കെ. ഇനി നമുക്ക് അടുത്തിലോട്ട് വീണ്ടും നമ്മൾ സിമ്പിൾ പ്രസന്റിലെ അടുത്ത വേറൊരു രീതിയിലോട്ട് വരണം. നോക്കാം, നമ്മൾ നേരത്തെ അവർ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദേ കം എന്ന് പറഞ്ഞു. അവർ വരാറില്ല എന്ന് പറഞ്ഞപ്പോൾ ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. അവൻ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹി കംസ് പറഞ്ഞു. അവൻ വരാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഹി ഡസ് നോട്ട് കം എന്ന് പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. ഇനി ഞാൻ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ, അതായത് അവർ വരാറില്ല എന്നുള്ളതിന് ദേ ഡു നോട്ട് കം, അവർ വരാറില്ല. ഞാൻ അത് ഒരു ചോദ്യമാക്കി മാറ്റുകയാണ്. അവർ വരാറുണ്ടോ? വി ആർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ. നിങ്ങൾ പഠിക്കാറുണ്ടോ? നിങ്ങൾ എഴുതാറുണ്ടോ? നിങ്ങൾ സിനിമ കാണാറുണ്ടോ? നിങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ടോ? നിങ്ങൾ നോൺ വെജ് ഫുഡ് ഉപയോഗിക്കാറുണ്ടോ? നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറുണ്ടോ? നമുക്ക് ഒരു ചോദ്യമായിട്ട് ചോദിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെ എഴുതാൻ പറ്റുന്നുള്ളത് നോക്കാം. അത് വളരെ സിമ്പിൾ ആണ്. ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാട്ടോ. നിങ്ങളുടെ പറയാനായിട്ടുള്ള അവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. ആരുടെയും മനസ്സിലിങ്ങനെ ഇങ്ങനെയല്ലേ എന്ന് പറയാനായിട്ട് താല്പര്യമുള്ളവരെയും പറഞ്ഞോളൂ. ആർ യു ആണോ സാർ? ആർ യു സ്ലീപ്പിംഗ് അങ്ങനെ നമ്മൾ പറഞ്ഞത് അവർ വരാറുണ്ടെന്ന്. ആർ യു കം അല്ലേ? ആർ യു കം. ഓക്കെ, അവിടെ നിൽക്കട്ടെ, നമുക്ക് ഒന്നുകൂടി റെഡിയാക്കാം. ഇനി ആരെങ്കിലും പറയുമെന്ന് നോക്കട്ടെ. Did you come? നിങ്ങൾ അതിന്റെ അരിയത്തൂടെയൊക്കെ പോയി, ശരിയുടെ അരിയത്തൂടെയൊക്കെ പോയിട്ടുണ്ട്. Where did you come എന്നാണോ? Where did you come? Where did you come? എവിടെയെന്നാണ്. എവിടെയെന്നും വാക്കുന്നു. വെയർ, WHER, വെയർ. ഓക്കെ, ലിഷ ശ്രീജ Do you come? ഡു യു കം. ഇനി ആരാണ്? Do you finish? ഡു യു എനി? തെറ്റിക്കോട്ടെ, ധൈര്യമായിട്ട് പറഞ്ഞു. ഡു യു എനി? They will come. They will come. ഓക്കെ ഓക്കെ. ഒരാള് they will come എന്ന് പറഞ്ഞു. രമ്യ, അടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയാം കേട്ടോ. വെരി സിമ്പിൾ ആണ്, നിങ്ങളത് മനസ്സിൽ നോക്കുന്നതാണ്. അപ്പൊ അവർ വരാറില്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോ ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. ദേ ഡു നോട്ട് കം. അതില് ആ നോട്ട് അങ്ങോട്ട് കളയുക, നോട്ട് അങ്ങോട്ട് വെട്ടുക. ദേ ഡു നോട്ട് കമ്മില്ല, നോട്ട് അങ്ങോട്ട് വെട്ടുക. നോട്ട് എന്നുള്ളത് വേണ്ട. എന്നിട്ട് ആ ഡു എടുത്തിട്ട് ആദ്യം പറയുക. ഡു ദേ കം. ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട്. ഡു ദേ കം. അപ്പൊ എന്താണ്? അവർ വരാറുണ്ടോ? ഡു ദേ കം.
അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? Do you have? ഡു യു ഡ്രിങ്ക് ടീ? ഡു യു ഡ്രിങ്ക് ടീ? നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? യെസ്. ഇനി നിങ്ങൾ സിനിമ കാണാറുണ്ടോ എന്നാണെങ്കിൽ Do you watch cinema? ഡു യു വാച്ച് ഫിലിം ഓർ ഡു യു വാച്ച് സിനിമ? ഓക്കെ. ഇനി ഇതിനകത്ത് ധൈര്യമുള്ള ആരാണുള്ളത്? ഞാൻ വിളിച്ചു, ആരാണ് ധൈര്യമുള്ളത്? ആർക്കില്ല ധൈര്യം. എല്ലാവർക്കും ഉണ്ട് ധൈര്യം. ഞാൻ രണ്ടു ചോദ്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ അതിന്റെ മറുപടി പറയുന്നത്. അത്രയുള്ള കേസ്, അല്ലാതെ വേറെ സംഭവമില്ല. യെസ്. ഒരാൾ ധൈര്യം കാണിക്കി. നിങ്ങൾ ഇങ്ങനെ മടിച്ചു പിടിച്ചു നിന്നാലോ ആരെങ്കിലും ഒരാൾ ധൈര്യം കാണിക്കി. യെസ് സർ പറഞ്ഞോളൂ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? ശ്രീജ. ശ്രീജ അല്ലേ? അപ്പൊ ശ്രീജ, ഞാൻ ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Okay. Do you get up at 6 o'clock in the morning? Yes sir. അപ്പൊ അതൊരു സെന്റൻസ് പറയുമ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമുക്കിവിടെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ യെസ് ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. അങ്ങനെ പറയാം. അതെ സർ. പറയും. I get up in the 6 o'clock morning. I get up at 6 o'clock in the morning. Do you like ഇഡ്ഡലി? ഇഡ്ഡലിക്ക് നമുക്ക് വേറെ. Yes sir, I like idli. Do you like idli? You like? Yes sir, I Like idli. Okay, okay. Do you want to see Hindi film? Yes sir, I want to see Hindi film. Yes, I want to see Hindi film. Okay. ഇനി അത് തന്നെ നമുക്ക് ഹിന്ദി ഫിലിം കാണാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ എങ്ങനെ പറയും? I doesn't ഒരു മിനിറ്റ്. ആദ്യം തന്നെ യേസ് ഓർ നോ എന്നുള്ള ആൻസർ ആണ്. അപ്പൊ ചെയ്തോണ്ട് ഇരുന്നത് കൊണ്ട് യേസ് ആദ്യം പറയും. അപ്പൊ ഇവിടെ ആദ്യം പറയണം No. നോ. യെസ്, വെരി ഗുഡ്. നോ. I doesn't like to watch Hindi movies. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഇതാ ഞാൻ പറഞ്ഞത് കറക്റ്റ് ചെയ്തോളാം, മനസ്സിലാക്കുക. ഐ കഴിഞ്ഞു കഴിഞ്ഞാല് ഡസ് നോട്ട് എന്ന് പറയില്ല, ഡു നോട്ട് എന്ന് പറയുള്ളൂ. Okay sir, sorry. ഐയുടെ കൂടെ I don't like to see Hindi movies. ഹലോ. I don't like to see Hindi movies. ഓക്കെ. അത് ഡു പ്ലസ് നോട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കിയിട്ട് ഐ ഡോണ്ട് ലൈക്ക് ഹിന്ദി ഫിലിം. I do not use sir. ഡു നോട്ട് ആണ്. അത് നമുക്ക് സംസാരിക്കുമ്പോഴാണ് ഐ ഡോണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് നമുക്ക് പറഞ്ഞത്. ഐ ഡോണ്ട് ലൈക്ക്. ഓക്കെ 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 ശരി. ഡു പ്ലസ് നോട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഡയഗ്രം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അത് ഡു പ്ലസ് നോട്ട് ഡോണ്ട് ആണ്. DOI ഓക്കെ. ഇനി ഒരാളുടെ ധൈര്യം കണ്ട സ്ഥിതിക്ക് അടുത്ത ആൾ പറയും. അടുത്ത ആൾ അറിയണം. Yes sir. യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock in the morning? Yes sir, I get up in 5 o'clock in the morning. Very good. Do you want to become a rich lady? Sir, ഒന്നും കൂടി പറഞ്ഞേ. Do you want to become ആയിത്തീരുക, ആഗ്രഹിക്കുക. Do you want to become a very rich lady? വളരെ പണക്കാരിയായ സ്ത്രീയായിട്ട് മാറണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? No sir. ഞാനിപ്പോ തന്നെ പണക്കാരിയാണ്, ഇനിയും പണക്കാരിയാവണ്ട. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നോ സാറിന് വേണ്ടി പിന്നെ സെന്റൻസ് കൂടി ആഡ് ചെയ്യും. No sir, I didn't want to become a rich woman. I don't want to become a rich woman അല്ലെങ്കിൽ rich lady. Okay, okay, okay. Do you want to buy a new car? Yes sir, I want to buy a new car. A new car. Yes, I want to buy a new car. Okay, okay, okay. Do you want to study English grammar? Yes sir, I want to study English grammar. Yes, I want to study English grammar. Okay, okay, okay. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങളായിട്ട് പറയുന്നതിന്റെ പേരിൽ ഞാൻ ഈ സബ്ജക്റ്റിൽ നിന്ന് മാറിയിട്ട് വേറെ ചോദ്യം ചോദിക്കും. Which subject that you like most? Which subject
that you Like like? English most. Why did you like English most? Why did you like English most? Can you say the reason? ഇക്കോട്ടെ, അത് കുഴപ്പമില്ല. പറയാതെ വേണം. Because English is my favorite subject. Oh, English is your favorite subject. Okay. I think that it is because of your love to the English teacher, former English teacher. That may be the reason. Why did you like English? Is it right? Yeah, of course. Yes, of course, of course. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരോടുള്ള ഇഷ്ടമാണ് ചില സബ്ജക്റ്റുകൾക്ക് നമ്മൾ ഇഷ്ടപ്പെടാനുള്ള കാര്യം പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. അപ്പോ വാട്ട് യു വാണ്ട് ടു ബിക്കം, അല്ലെങ്കിൽ ഞാൻ ഇതുകൂടി ലളിതമായിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? I want to become a teacher. ആഗ്രഹം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞു. അത് കേട്ടില്ല, ഒന്നുകൂടി പറയൂ. I want to become a teacher. You want to become a good teacher. So let me ask you one more question. You which school you want to teach? In government school or private school? Government school. I want to teach in government school. You want to teach in government school. Why did you prefer government school? Why don't you teach in private school? Why don't you teach in private English medium school, but you want to teach in government school? Why did you prefer to teach in government school? Why? റീസൺ പറ. നിങ്ങളിപ്പോ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്റർവ്യൂവിൽ നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ അറിയാണ്ട് പറഞ്ഞു പോയി ഞാൻ ടീച്ചിങ് ഇഷ്ടപ്പെടുന്നു. അപ്പോ ചോദിച്ച ചോദ്യമാണ്, നമുക്ക് അപ്പൊ അതിനകത്ത് ആലോചിക്കാൻ സമയമില്ല. നമ്മൾ കൊടുത്ത ഒരു ആൻസറിൽ നിന്നാണ് അവരെ അടുത്ത ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യേണ്ടത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കാൻ കാരണം? ഓക്കെ, ആലോചിച്ച് കണ്ടുപിടിച്ചോട്ടെ. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, നമ്മൾ ഒരു ഉത്തരം കൊടുക്കുമ്പോൾ ആ ഉത്തരത്തിനോട് അനുബന്ധിച്ച് 2-3 ക്വസ്റ്റ്യൻസ് വീണ്ടും വരും എന്നുള്ളത് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുൻപ് നമ്മൾ ഇരിക്കുന്നത് ഓർമ്മയിലാണ്. ഈ ഒരു ഉത്തരം ഞാൻ പറഞ്ഞാൽ ഉടനെ ഇന്ന ചോദ്യം കൂടി ചോദിക്കും, അതിന് കണക്ട് ചെയ്ത് അടുത്ത ഇന്ന ചോദ്യം കൂടി ചോദിക്കും. അതുകൊണ്ട് അതിനുള്ള ഉത്തരം കൂടി ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ സബ്ജക്റ്റിലോട്ട് വീണ്ടും വരാം. അവർ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു ദേ കം. നിങ്ങൾ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു കം. ഞങ്ങൾ പാടാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു വി സിംഗ്. ഞങ്ങൾ പാട്ട് പാടാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു വി സിംഗ് സോങ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ഒന്ന് പറയുക, അവർ നിന്നെ വിളിക്കാറുണ്ട്. അവർ നിന്നെ വിളിക്കാറുണ്ട്. വിളിക്കാന്നുള്ളതിന് കോൾ. പറയൂ. അവർ നിന്നെ വിളിക്കാറുണ്ടോ? അപ്പൊ അവർ അത് ശേഷം ലാസ്റ്റ് ഒബ്ജക്റ്റ് നിന്നെ എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളെ. Do they call you, sir? Is it correct? ഒന്നുകൂടി പറയൂ. Do they call? ഡു ദേ കോൾ. അപ്പൊ അതിനകത്ത് നിങ്ങളെ എന്നുള്ള വാക്കുകൂടി വന്നിട്ടില്ല. അത് എവിടെയൊക്കെ ചേർക്കണം നമ്മളത്? Do you call them? Do you call them? അവർ നിങ്ങളെ Do they call you? വെരി ഗുഡ്. ഡു ദേ കോൾ യു. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഓബ്ജക്റ്റ് ആരെ അല്ലെങ്കിൽ എന്ത് എന്നുള്ളതിന് ഉത്തരം 3 എഴുതണം. ആരെ അല്ലെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈമിൽ പറഞ്ഞു. വെർബ് കഴിഞ്ഞതിന് ശേഷമേ എഴുതൂ. അവർ നിങ്ങളെ വിളിക്കാറുണ്ടോ എന്നുള്ളതിൽ ആ നിങ്ങളെ എന്നുള്ളത് നമ്മൾ തൽക്കാലം മാറ്റിയത്. അവർ വിളിക്കാറുണ്ടോ അത്ര എഴുതാം. ഡു ദേ കോൾ. ഇനി ചോദിക്കുക ആരെ വിളിക്കാറുണ്ടോ? നിങ്ങളെ വിളിക്കാറുണ്ടോ? നിങ്ങൾ എന്നുള്ളതിന് യു. അപ്പൊ ഡു ദേ കോൾ യു. ഓക്കെ, അടുത്തത് നീ
മലയാള സിനിമ കാണാറുണ്ടോ? നീ മലയാളം സിനിമ കാണാറുണ്ടോ? Do you watch Malayalam films? ഡു യു വാച്ച് മലയാളം മൂവി ഓർ മലയാള സിനിമ? അടുത്തത് വേറെ ആർക്കെങ്കിലും? Do you watch Malayalam film? ഡു യു വാച്ച് മലയാളം ഫിലിം? ഓക്കെ, അടുത്തത്. Did you watch Malayalam film? ഡിഡ് യു വാച്ച് മലയാള ഫിലിം? ഒരു വ്യത്യസ്തത വന്നിട്ടുണ്ട്. പറഞ്ഞോളൂ. Does you watch Malayalam film? ഡസ് യു വാച്ച് മലയാളം ഫിലിം? Like. അടുത്തത്. Do you like to watch Malayalam film? ഡു യു ലൈക്ക് ടു വാച്ച് മലയാളം ഫിലിം? അടുത്തത്. Do you watch Malayalam movies? ഡു യു വാച്ച് മലയാളം മൂവീസ്? അടുത്തത്. ശരിയാണ് പറഞ്ഞത്. പിന്നെ ബാക്കി Malayalam movie. മലയാളം മൂവി. Malayalam movie. Do you watch? മലയാളം മൂവി ഡു യു വാച്ച്? ഓക്കെ, ഒന്ന് മറിച്ചിട്ടു അല്ലേ? യെസ്. പിന്നെ അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞതില്ലേ, ഒരാള് ഡസ് യു വാച്ച് മലയാളം മൂവി എന്ന് പറഞ്ഞു. ഡസ് യു വാച്ച് മലയാളം മൂവി? നിങ്ങൾ മലയാള സിനിമ കാണാറുണ്ട്? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളല്ലെങ്കിൽ നമ്മൾ യു എന്നാ പറയുള്ളൂ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ യു എന്നാ പറയുള്ളൂ. ഒരാളെ നമ്മൾ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ എന്നും പറയാം, രണ്ടുപേരെ എഴുന്നേപ്പിച്ച് നിർത്തിയാലും പറയാം നിങ്ങൾ എന്ന് പറയാം. അതുകൊണ്ട് ഓൾവേസ് യു എന്നുള്ളതിനെ പ്ലൂറലായിട്ട് കണക്കാക്കുക. അപ്പൊ അതുകൊണ്ട് യുവിന്റെ കൂടെ ഡസ് പറയേണ്ട ഡു പറഞ്ഞാൽ മതി. ഡു യു. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. രണ്ടാമത് വേറൊരു കുട്ടി പറഞ്ഞു, ഡിഡ് വെച്ച് പറഞ്ഞു. ഡിഡ് യു സീ മലയാളം ഫിലിം മൂവി ഫിലിം എന്ന് പറഞ്ഞു. ഡിഡ് നമുക്ക് പാസ്റ്റ് ടെൻസ് വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് പറയാം. അപ്പൊ ഡിഡ് യു സീ മലയാളം ഫിലിം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മലയാളം സിനിമ കാണാറുണ്ടോ എന്നല്ല അർത്ഥം കിട്ടുക. നിങ്ങൾ മലയാളം സിനിമ കണ്ടോ? ഏതെങ്കിലും സിനിമ നിങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണ്ടോ എന്നുള്ള അർത്ഥം ചോദിക്കുക. ഡിഡ് യു സീ ദാറ്റ് ഫിലിം? നിങ്ങൾ സിനിമ കണ്ടോ? ഡിഡ് വരുന്നത് പാസ്റ്റിലാണ്. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുത്തേക്ക് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പൊ ഡിഡ് വെച്ച് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഞാൻ ഒരു സെന്റൻസ് പറയുന്നു. ആ സെന്റൻസിന്റെ തന്നെ നെഗറ്റീവും പിന്നെ അതിന്റെ തന്നെ ക്വസ്റ്റ്യനും പറയുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം, നോക്കാം. ഐ ലവ് ബുക്സ്. ഐ ലവ് ബുക്സ്. അതിന്റെ നെഗറ്റീവ് പറയുമ്പോൾ ഐ ഡു നോട്ട് ലവ് ബുക്സ്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഡു ഐ ലവ് ബുക്സ്? ഞാൻ പുസ്തകം സ്നേഹിക്കാറുണ്ടോ? സ്നേഹിക്കാറില്ല, സ്നേഹിക്കുന്നു. ഒന്നുകൂടി എക്സാമ്പിൾ വരെ ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ പാടാറുണ്ട്. അപ്പൊ യു സിംഗ്. എന്റെ നെഗറ്റീവ് പറയുമ്പോൾ യു ഡു നോട്ട് സിംഗ്. നിങ്ങൾ പാടാറില്ല. ഇതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പാടാറുണ്ടോ? ഡു യു സിംഗ്? ഓക്കെ, വീട്ടിലാണെന്ന് വിശ്വസിക്കുന്നു. ഞാനത് പോസിറ്റീവ് സെന്റൻസ് പറയുന്നു, അതിന്റെ നെഗറ്റീവ് പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ. അടുത്ത ഞാൻ പറയുന്നു, അവർ അവർ ചിന്തിക്കാറുണ്ടോ? അവർ ചിന്തിക്കാറുണ്ടോ? അതൊന്ന് പറഞ്ഞു. അവർ ചിന്തിക്കാറില്ല, സോറി, അവർ ചിന്തിക്കാറുണ്ട്. ദേ തിങ്ക്. അത് ഞാൻ പറഞ്ഞതാണ്. ഇനി അവർ ചിന്തിക്കാറില്ല, അവർ ചിന്തിക്കാറുണ്ടോ? അത് നിങ്ങൾ പറയാം. They do not think. They do not thought. They do not thought. Do not thought they. Do not thought they. പിന്നെ അടുത്തത് They don't think. They don't think. Do not. അല്ല, ഇനി അതിന്റെ ക്വസ്റ്റ്യൻ പറയൂ. ഞാൻ പറഞ്ഞത് they think എന്നാണ്. They think അല്ലെ? They think എന്ന് പറയുമ്പോ അവർ ചിന്തിക്കാറുണ്ടെന്നാണ്. They think.
അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? Do they think? ആ ഡു ദേ തിങ്ക് എന്ന് പറയാം. പിന്നെ എന്ത് പറയാം? ദേ ഡു നോട്ട് തിങ്ക് എന്ന് പറയാം. ദേ ഡു നോട്ട് തിങ്ക് എന്ന് പറയാം. ഡു ദേ തിങ്ക് എന്ന് പറയാം. ഓക്കെ ശരിയാണ്. ഇനി ഇപ്പൊ പറഞ്ഞതില് ഞാൻ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാം. ഈ ഡു നോട്ട് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഡസ് നോട്ട് കഴിഞ്ഞാല് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. തിങ്ക് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് തോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ തോട്ട്, THOUGHT തോട്ട്. അപ്പോ ഡു നോട്ട് കഴിഞ്ഞാൽ എപ്പോഴും പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ. ഡു നോട്ട് കഴിഞ്ഞാലും ഡസ് നോട്ട് കഴിഞ്ഞാലും പ്രസന്റ് ടെൻസ്. അപ്പൊ തോട്ട് പറയേണ്ട, തിങ്ക് എന്ന് പറയേണ്ട, പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ മതി തിങ്ക്. ഓക്കെ. ഇനി അടുത്തത് they read newspaper. They read newspaper. They read newspaper. അതിന് നെഗറ്റീവ് എന്ന് പറഞ്ഞേ. They do not read a newspaper. They do not read newspaper. എല്ലാവർക്കും അത് തന്നെയല്ലേ മനസ്സിൽ വിചാരിച്ചത്? They do not read newspaper. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചേ. Do they read newspaper? Do they read newspaper? ഓക്കെ കറക്റ്റ് ആണ്. ഇനി പറഞ്ഞോളൂ. Don't they read newspaper? Don't they read newspaper? Do plus not don't. അപ്പോ ഞാൻ പറഞ്ഞത് they read newspaper, they do not read newspaper, do they read newspaper? ഓക്കെ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ കാര്യം ഒന്നുകൂടി പറയുകയാണ്. അവൻ വരാറുണ്ട് എന്നുള്ളതിന് നമ്മൾ ഹി കംസ് എന്ന് പറഞ്ഞു. അവൻ വരാറില്ല എന്നുള്ളതിന് നമ്മൾ ഹി ഡസ് നോട്ട് കം എന്ന് പറഞ്ഞു. അതൊരു ചോദ്യമാക്കിയിട്ടുണ്ട്. അവൻ വരാറുണ്ടോ? അപ്പൊ എന്തൊരു ഇംഗ്ലീഷ്? Does he come? He come. Does he come? Does he come, sir? Does he come? ഓരോരുത്തരും പറയട്ടെ. ഞാൻ ഇനി ബാക്കിയുള്ള വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയട്ടെ. ലാസ്റ്റ് He doesn't വരുമോ? ഈ ഡസന്റ് എന്ന് പറഞ്ഞാലും വരാറില്ല എന്തായിരുന്നു? ഈ ഡസ് നോട്ട്. Does he usually come? Does he usually come? ഓക്കെ. അടുത്തത് Does he usually come? ഗണേഷ് എഴുതുന്നത് he do not come. ഗണേഷ് പറയുന്നത് he do not come. He do. He don't. He do come. He do come. He do come. He do not come. He do not come. He do not come. Okay. അടുത്തത് he do not come. He do come. Next. Jayalakshmi, he does not come. He doesn't come. He doesn't come. Okay. Okay. ഇനി അടുത്തത് ഞാനുമില്ല അല്ലെ? അപ്പൊ ഇതിന്റെ അകത്ത് ഒരാള് പറഞ്ഞു he do not come എന്ന് പറഞ്ഞു. he do not come. അപ്പൊ ഇത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ആ കുട്ടിയൊക്കെ മറന്നുപോയി. ഹീയുടെ കൂടെ ഡു നോട്ട് അല്ല എന്താ വരാ, ഡസ് നോട്ട് ആണ് അത്. ഹീയുടെ കൂടെ ഡു നോട്ട് പറയുന്നത് കാരണം ഹീ സിംഗുലർ ആണ്, ഒരാളുള്ളൂ. അപ്പൊ ആ ഒരാളുള്ളെങ്കിൽ സിംഗുലർ എന്ന് പറയാം. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഇറക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഡു ഉള്ളത് കൊണ്ട് ഡു എന്നുള്ളതിന്റെ കൂടെ എസ് ചേർത്ത് അത് ഡസ് എന്നാക്കണം. അപ്പൊ ഹീയുടെ കൂടെ ഡസിനെ വരുള്ളൂ, ഇതിലോട്ട് വരില്ല. അതൊന്നും കേട്ടോ. ഇനി രണ്ടാമത്തേത് ഒരാളിവിടെ പറഞ്ഞു ഡു കം എന്ന് പറഞ്ഞു. ഡു കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റേഷൻ ഉപയോഗിച്ചു. അപ്പൊ ആ കുട്ടിയോടാണ് പറയുന്നത്, അത് കുറച്ചുകൂടി എംഫസൈസ് ചെയ്ത് പറയുന്നതാണ് നമുക്ക്. ഡു കം, നിങ്ങൾ വന്നേ തീരും, വരണം. നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം വരണം, യു പ്ലീസ് കം, വരണം, യു മേ കം, നിങ്ങൾ വന്നാലും, യു മസ്റ്റ് കം, നിങ്ങൾ വന്നേ തീരും,
യു ഷുഡ് കം, നിങ്ങൾ വരണം. അതുപോലെ നിർബന്ധിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ ഡു ചേർക്കുന്നത്. അപ്പൊ അത് നമുക്ക് പിന്നീടുള്ള അതുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്ഥലത്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ മെത്തേഡാണ്. ആ ഒരു മെത്തേഡ് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആലോചിച്ചാൽ ചെയ്യാം. അവൻ വരാറില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ദേ ഡു നോട്ട് കം എഴുതിയിട്ട് ഞാൻ പറഞ്ഞു നോട്ട് കളയുക, ഡു എടുത്തിട്ട് ആദ്യം പറയാം, ഡു ദേ കം എന്ന് പറഞ്ഞു. അതേ മെത്തേഡ് തന്നെ ഇവിടെ. അവൻ വരാറില്ല എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ഹി ഡസ് നോട്ട് കം എന്നാണ്. ആ നോട്ടങ്ങൾ കളയുക, ആ ഡസ് എടുത്തിട്ട് ആദ്യം പറയാം. അപ്പൊ എന്തായി? ഡസ് ഹി കം, അവൻ വരാറുണ്ടോ ചോദ്യം. ഡസ് ഹി കം. ഇനി അവൻ വിളിക്കാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണമെങ്കിൽ ഡസ് ഹി കോൾ, ഡസ് ഹി കോൾ. ഇനി അവൾ ഭക്ഷണം പാകം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡസ് ഷീ കുക്ക് ഫുഡ്, ഡസ് ഷീ കുക്ക് ഫുഡ്. അവൾ ചായ കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡസ് ഷീ ഡ്രിങ്ക് ടീ, ഡസ് ഷീ ഡ്രിങ്ക് ടീ. ഇനി അവൻ കത്തെഴുതാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ, അവൻ കത്തെഴുതാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡസ് ഹി റൈറ്റ് ലെറ്റർ, ഡസ് ഹി റൈറ്റ് ലെറ്റർ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുക ഇത് അനങ്ങാറുണ്ടോ, ഇത് അനങ്ങാറുണ്ടോ? യെസ് പറയൂ. Does it move? ഡസ് ഇറ്റ് മൂവ് ഒരാൾ പറഞ്ഞു. അടുത്ത ആള്. ഡസ് ഇറ്റ് മൂവ്? Does they move? ഡസൻറ്റ്. ഇത് അനങ്ങാറുണ്ട്. നിങ്ങളിപ്പോ എവിടെയെങ്കിലും ഒരു സംഗതി കണ്ടപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വിശദീകരിക്കാൻ നിന്ന് അവരോട് ചോദിക്കുന്നത് അനങ്ങാറുണ്ട്. Does it move? ഡസ് ഇറ്റ് മൂവ് രണ്ടാമത്തെ ആള്. പിന്നെ Does it move? ഡസ് ഇറ്റ് മൂവ്? Is it move? ഈസ് ഇറ്റ് മൂവ് അല്ലെ? ഈസ് ഇറ്റ് മൂവ്. ഈസ് ഇറ്റ് മൂവ്? Is this move? Is this move? Is this move? ഓക്കെ, അടുത്തത്. അല്ല, നിങ്ങൾ പറഞ്ഞോട്ടോ, നിങ്ങൾ പറയുന്ന തെറ്റ് കഴിയുമ്പോൾ ഞാനത് കറക്റ്റ് ചെയ്ത് പറയാം. എന്തുകൊണ്ടാണ് അത് വന്നത് എന്താണെന്നുള്ള കാര്യം കറക്റ്റ് ചെയ്ത് പറയാം. ഈസ് ഇറ്റ് മൂവ്? പിന്നെ അത് ഞാൻ എന്റെ മറുപടി പറയണം. അപ്പൊ ഇവിടെ ഒരു കുട്ടി പറഞ്ഞു ഈസ് ഇറ്റ് മൂവ് എന്ന് പറഞ്ഞു. ഈസ് ഇറ്റ് മൂവ്, ഈസ് ഉപയോഗിക്കും. നമ്മൾ ഇതുവരെ പറയാത്തൊരു സംഗതിയാണ് ഈസ്. അതാണ് കുട്ടികൾ ഉപയോഗിച്ചത്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന സംഗതി, അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് അതിന്റെ കൂടെ ing, അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് പറയാം ഐ ആം ടീച്ചിങ്, കാരണം ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യണം, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രസന്റ് കണ്ടിന്യൂസ് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് അപ്പൊ ഇവിടെ ഇത് അനങ്ങാറുണ്ടോ എന്നുള്ളതിന് ആദ്യം കുറച്ചുപേര് പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ നോക്കിയേ, ഇത് അനങ്ങാറില്ല എന്നാണെങ്കിൽ ഇറ്റ് ഡസന്റ് മൂവ് അല്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് മൂവ്. ആ ഇറ്റ് ഡസ് നോട്ട് മൂവിലെ നോട്ട് കളഞ്ഞിട്ട് ഡസ് എടുത്ത് ആദ്യം പറയാം. എന്താണ്? ഡസ് ഇറ്റ് മൂവ്. ഇതാണ് കറക്റ്റ്. ഡസ് ഇറ്റ് മൂവ്. അടുത്ത ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അടുത്തത്, അവൻ ഗ്രാമർ പഠിപ്പിക്കാറുണ്ടോ? ക്വസ്റ്റ്യൻ അല്ല, അവൻ ഗ്രാമർ പഠിപ്പിക്കാറുണ്ടോ? Does he teach grammar? Does he grammar? Does he teach grammar? പിന്നെ
Does he studying down? Does he Studying down? study അല്ലേ? ഓക്കെ, അടുത്തത് Does he teach grammar? He learn grammar. does he teach grammar? പിന്നെ Does he teach grammar? does he teach grammar? Okay. Does he teach the grammar? Does he Teach the grammar. ഓക്കെ ഓക്കെ ഓക്കെ. ആർട്ടിക്കിളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. എ ഉപയോഗിക്കുന്നത്, ആൻ ഉപയോഗിക്കുന്നത്, ബി Does ഉപയോഗിക്കുന്നത്. he teach grammar? Does he teach grammar? Does he teach in grammar? Does he teach? ing കൂടി ചേർത്തല്ലേ? ing കൂടി ചേർത്ത് ടീച്ചിങ്. ഓക്കെ. Does he teach grammar? അടുത്തത്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ing അല്ല, നമുക്ക് പിന്നീട് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്ന സമയത്താണ് ing ഉപയോഗം വേണ്ടത്. നമുക്ക് അന്നേരത്തെ പറയാം. ing എപ്പോഴും കണ്ടിന്യൂസ് ടെൻസ് ഉള്ളൂ. ഇവിടെ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സിമ്പിൾ പ്രസന്റ്. അപ്പൊ നോക്കിയേ, അവൻ ഗ്രാമർ പഠിപ്പിക്കാറുണ്ടോ? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അവൻ ഗ്രാമർ പഠിപ്പിക്കാറുണ്ടോ? അപ്പൊ അവൻ ഗ്രാമർ പഠിപ്പിക്കാറില്ല എന്നാണെങ്കിൽ എന്ത് വരും? ഹി ഡസ് നോട്ട് ടീച്ച് ഗ്രാമർ. അവൻ ഗ്രാമർ പഠിപ്പിക്കാറില്ല. അപ്പോ ആ നോട്ട് കളയുന്നു. ഡസ് നമ്മൾ എന്ത് പറയുന്നു? ആദ്യം പറയുന്നു ഡസ് ഹി ടീച്ച് ഗ്രാമർ. ഡസ് ഹി ടീച്ച് ഗ്രാമർ. ഓക്കെ. ഇനി നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പോയിരിക്കുകയെന്ന് വിചാരിക്കും, സപ്പോസ്. അപ്പൊ അവിടെ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കണം. അവിടുത്തെ മകനെ കുറിച്ചോ മകളെ കുറിച്ചോ ഒരു ചോദ്യം ചോദിക്കണം. എങ്ങനെ ചോദിക്കും? ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ അവിടെ ഒരു കുട്ടിയുടെ പേര് സുനിത എന്ന് വിചാരിക്കും. അപ്പോ നമ്മൾ ചോദിക്കുക, സുനിത ഇപ്പൊ നൃത്തം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കണ്ട. ഡസ് സുനിത ഡാൻസ്? സുനിത നൃത്തം ചെയ്യാറുണ്ടോ? ഇപ്പൊ സുനിത അമ്മ പറയും ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയും. അതുപോലെ നിങ്ങളൊരു ബന്ധുവിന്റെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളൊരു ചോദ്യം, അവിടുത്തെ ഒരു മകനെ കുറിച്ചോ മകളെ കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചോ ഒരാളെ കുറിച്ചോ ചോദ്യം ചോദിക്കുന്നു. യെസ്, ഒന്ന് ചോദിച്ചേ. ഒന്നുകൂടെ ഒന്ന് പറയൂ, എന്താണ്? സപ്പോസ് നിങ്ങൾ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി, സപ്പോസ് അവിടെ ചെന്നിട്ട് അവിടുത്തെ വീട്ടമ്മയോട്, അവിടുത്തെ അമ്മയോട് അവരുടെ മക്കളെ കുറിച്ചോ, മക്കളിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ചോ, ഇന്നലെ ഡ്രസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, മക്കളെ കുറിച്ചോ അവരുടെ അച്ഛനെ കുറിച്ചോ അവരുടെ അമ്മയെ കുറിച്ചോ നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്. അപ്പോ നമ്മളിവിടെ പറഞ്ഞ അവരുടെ മകളുടെ പേര് സുനിത എന്നാണ് വിചാരിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിക്കണം, അമ്മയോട് ചോദിക്കണം, സുനിത ഇപ്പൊ ഡാൻസ് കളിക്കാറുണ്ടോ? ഡസ് സുനിത ഡാൻസ്? സുനിത ഡാൻസ് കളിക്കാറുണ്ടോ? അതുപോലെ Raju study well? ഓക്കെ. ഡസ് Raju study well? ഓക്കെ. ഡസ് രാജു സ്റ്റഡി വെൽ? അവിടുത്തെ ഒരു കുട്ടിയുടെ പേര് രാജു എന്നാണ്. രാജു ഇപ്പൊ നന്നായിട്ട് പഠിക്കാറുണ്ടോ? ഡസ് രാജു സ്റ്റഡി വെൽ? വെരി ഗുഡ്. അടുത്ത ചോദിക്കും. അവിടെ Does Sunita is studying? സുനിതനെ വിട്, വേറെ ആളെ മാറ്റി പിടിക്കേ. Does Rahul go for morning walk? ഡസ് രാഹുൽ ഗോ ഫോർ മോർണിംഗ് വാക്ക്? അല്ല, രാഹുല് മോർണിംഗ് വാക്കിന് പോകാറുണ്ടോ? ഞാനൊരു സാധ്യത ഇട്ട് തരാം. അവിടെ വയസ്സായ അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, അവർ മരുന്ന് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ കണ്ണിന്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പത്രം, ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾ ചോദിക്കുന്നത്. Does grandfather eat BP tablet? Yes. Does grandmother use BP tablets? Very good. അടുത്തത്. Uncle Does Ammu doesn't go to work. ഒരാൾ പറയൂ. Uncle doesn't go to work. അപ്പൊ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി.
ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ഡസ് ആദ്യം ചേർക്കുക. ഇവിടെ മോള് ചേർത്തപ്പോ അങ്കിൾ ആദ്യം ചേർത്തു. അങ്കിളിന് മുന്നിൽ എന്ത് ചേർക്കുക? ഡസ് ചേർത്തിട്ട് പറയും കേട്ടോ. Does Ammu is job? ഓക്കെ, ഇങ്ങോട്ട് പറയും. Does Ammu is job? Does Ammu go for job? അല്ല ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്തത് Does Granny walk properly? ഒന്ന് സ്റ്റോറി പറഞ്ഞേ. Does Granny walk properly? ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഡസ് ആദ്യം ചേർത്ത് പറയാം. യെസ്. ഇനി നമുക്ക് വേണ്ടത് 2 പേരെ വേണം. 2 പേര്. ഇതിൽ നിന്ന് 2 പേര്, ധൈര്യമുള്ള 2 പേര് പറഞ്ഞേ. യെസ്, 2 പേര്. ഐ ആം റെഡി എന്ന് പറഞ്ഞാൽ മതി. I am ready, Yes, sir. sir. ഐ ആം റെഡി. അപ്പൊ നഷ്മ റെഡിയാണ്. പിന്നെ ആരാണ്? ഓക്കെ ഓക്കെ ഓക്കെ, നഷ്മയും ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ആളുടെ പേരൊക്കെ പറഞ്ഞേ. ഫാത്തിമ. ഫാത്തിമ. നഷ്മയുണ്ട്, ഫാത്തിമയുണ്ട്. ഫാത്തിമ, Yes, sir. നഷ്മയോട് ഒരു 5 ചോദ്യം ചോദിച്ചു. സിമ്പിൾ ആയ 5 ചോദ്യം ചോദിച്ചു. ഒരാളെ വഴി Yes. 5 ചോദ്യം ചോദിച്ചു. Does Rahul go school? അല്ല, വേണ്ട വേണ്ട, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചോദിക്കാം. സിമ്പിൾ ആയിട്ട് ചോദിക്കാം. നമ്മൾ ആദ്യം അന്നോടും കൂടെ കണ്ടു. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ Good morning. അപ്പോ അവിടെ നിങ്ങളോട് പറയും ഗുഡ് മോർണിംഗ്. രണ്ടുപേരും Good morning to you. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഈ അടുത്ത ചോദ്യം ചോദിക്കും. ഹൗ ആർ യു എന്ന് ചോദിക്കും. How are you? മറുപടി പറയും I am good, alhamdulillah. ഐ ആം ഗുഡ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടി അതിനെ വിളിച്ച് ചോദിക്കാം. ഇങ്ങോട്ട് നമ്മളോട് ചോദിച്ചു ഹൗ ആർ യു, അപ്പൊ തിരിച്ചങ്ങോട്ട് ചോദിക്കണ്ടേ? അതൊരു മര്യാദ. And what about you? How are you? നോക്ക് നോക്ക്. Yes, I am fine. അപ്പൊ ആദ്യം ചോദിച്ചു ഹൗ ആർ യു ചോദിച്ചു. ഹൗ ആർ യു ചോദിച്ചപ്പോ അവിടുന്ന് ഐ ആം വെരി ഫൈൻ എന്ന് പറഞ്ഞു. ഐ ആം വെരി ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു വരി കൂടി ആഡ് ചെയ്യും. ആൻഡ് യു നിങ്ങൾ ചോദിക്കുന്നത്. പിന്നെ മുഴുവൻ ചോദിക്കുന്നത് ആൻഡ് യു. And you. Okay, sir. അപ്പോ ആൻഡ് യു എന്ന് ചോദിക്കുമ്പോ അടുത്ത എന്ത് പറയണം? മറുപടി പറയാം. Yes, sir. I am fine. Thank you. ഐ ആം വെരി ഫൈൻ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വാക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കാം. നമ്മൾ അങ്ങോട്ട് ചോദിച്ചു ഹൗ ആർ യു. അപ്പൊ അവിടെ പറഞ്ഞു ഐ ആം വെരി ഫൈൻ. അപ്പൊ തിരിച്ചിങ്ങാണ്ട് ചോദിച്ചു ആൻഡ് യു. അപ്പൊ നമ്മളെന്താ പറയുന്നത്? ഞാനും കൂടി സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ I too. അല്ലെങ്കിൽ ഐ ആം ഓൾസോ ഫൈൻ. ഐ ടു ഫൈൻ. ഞാനും കൂടി സുഖമാണ്. ഓക്കെ. ഇനി നമുക്ക് കണ്ടത് വഴിയിൽ വെച്ചാന്ന് വിചാരിച്ചോളൂ. വഴിയിൽ വെച്ചാണ് കണ്ടത്. അപ്പൊ അങ്ങനെ ചോദ്യം ചോദിക്കും. എന്ത് ചോദിക്കണ്ടേ? നമ്മൾ കണ്ടത് വഴിയിൽ വെച്ചാണ്. വഴിയിൽ വെച്ചാണ് കണ്ടത്. റോഡിൽ വെച്ചാണ് കണ്ടത്. റോഡ്. Okay. എവിടെ പോകുന്നു ചോദിച്ചു. Where did you go? No? Where does you go? Where are you going? ഒന്നുകൂടി ചോദിക്കും. Where do you go? വേർ ഡു യു ഗോ. അപ്പൊ നമുക്ക് ഞാൻ കറക്റ്റ് ചെയ്ത് നോക്കാം. വേർ ഡു യു ഗോ എന്ന് പറയുമ്പോ എവിടെ ഡു യു ഗോ എന്ന് പറയുമ്പോ പോകാറുണ്ടോ എന്നാണ്. അപ്പൊ അത് കണ്ടു. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. Where did you go? Where are you going? Where are you going? Where are you go? Going. എന്നോട് ചേർക്കണം. വേർ ആർ യു ഗോയിങ്. Where are you going? വേർ ആർ യു ഗോയിങ്. ചോദിക്കും. I go to market. I am going to market for fish purchase. I am going to market for fish purchase. അപ്പൊ അവിടെ ചാൻസ് ഇട്ട് തന്നു. ഇത് ഒരു ഫിഷ് പർച്ചേസിന്റെ ഒരു സംഗതി ഇട്ടിട്ട് തന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. എന്ത് ചോദ്യം ചോദിക്കാൻ പറ്റും?
Which Which fish do you like? fish you purchase? Do you? Which fish do you like most? നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം വിച്ച് ഫിഷ് ഡു യു ലൈക്ക് മോസ്റ്റ് ചോദിക്കാം. അതുമല്ലെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് റേറ്റ് ഫോർ ഫിഷ് നൗ എന്ന് ചോദിക്കാം. എന്താണ് ഫിഷിന്റെ ആവറേജ് വില എന്ന് നമുക്ക് ചോദിക്കാം. അതുമല്ലെങ്കിൽ വേറെ ചോദ്യം കൂടി നമുക്ക് ചോദിക്കാം. ഡു യു യൂസ് വെജിറ്റബിൾസ്? നിങ്ങൾ എന്ത് ചെയ്യാറുണ്ടോ? വെജിറ്റബിൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ പ്രസന്റ് ഒന്ന് കയറി വന്നാൽ ഡു യു യൂസ് വെജിറ്റബിൾസ്. അപ്പൊ അതിന് വേണമെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിക്കുന്നു വിചാരിക്കും. ഡു യു യൂസ് വെജിറ്റബിൾസ്? അപ്പൊ എന്ന് പറയുമ്പോൾ Yes, of course. I do love vegetables also. ഓ യെസ് ഓഫ് കോഴ്സ്. സാറൊരു കാര്യം ചോദിച്ചോട്ടെ? ഓക്കെ. ഇപ്പൊ നമ്മൾ ചോദിച്ചത് സാറൊരു കാര്യം പറഞ്ഞോട്ടെ? ഹലോ, എന്ത് ഫിഷ് ആണെന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതിന് ഇംഗ്ലീഷ് എന്നാ? വാട്ട് ഫിഷ് എന്ന് പറഞ്ഞാൽ മതിയോ? വിച്ച് ടൈപ്പ് ഓഫ് ഫിഷ്? വിച്ച് ടൈപ്പ് ഓഫ് ഫിഷ് അല്ലെങ്കിൽ വിച്ച് ഫിഷ്? ഏത്? വാട്ട് എന്ന് പറയുമ്പോ എന്ത്? വിച്ച് ഏത്? ഓക്കെ. അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് നിങ്ങളുടെ ആ കോൺവെർസേഷന്റെ കാര്യം പറയുമ്പോഴേ ഇപ്പൊ നേരത്തെ ആൻസർ പറഞ്ഞ ആളില്ലേ, ഇനി ആ ആള് ഇങ്ങോട്ട് ചോദിച്ചു. And what about you? Where are you going? അപ്പൊ മാർക്കറ്റ് കണ്ടപ്പോ നേരത്തെ നമ്മൾ അങ്ങോട്ട് ചോദിച്ചത് കൂടി ചോദിക്കണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മാറ്റി പിടിക്കട്ടെ. കുറച്ചുകൂടി നല്ല ഉത്തരങ്ങൾ പറയാവുന്ന വേറെ ഏതെങ്കിലും സ്ഥലം പറയും. ഉത്തരം തെറ്റിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പറയുന്നു, അത്രേ ഉള്ളൂ. Don't worry, be happy. I am going to the school. I am going to my son's school. എന്റെ മകന്റെ സ്കൂളിലേക്ക് ഞാൻ പോകുന്നു. I am going to my daughter's school. I am going to shopping mart. Okay. I am going to shopping mall. Okay. I am going to a supermarket. Okay. അപ്പൊ ഇനി അതുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം ചോദിക്കും. നിങ്ങൾ സ്ഥിരമായി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണോ സാധനങ്ങൾ വാങ്ങുന്നത്? ചോദിച്ചേ. സ്ഥിരമായി എന്നുള്ളതിന് റെഗുലർലി വാങ്ങുക എന്നുള്ളതിന് ബൈ BUY. അതൊക്കെ വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കി. I am regularly supermarketing in purchase. Are you regularly purchase In items supermarket. in supermarket? ഫ്രം സൂപ്പർ മാർക്കറ്റ്. ഓക്കെ. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, എന്തായാലും കുഴപ്പമില്ല. പോട്ടെ, മറുപടി പറയും. Yes, I usually purchasing from the supermarket. Yes, I regularly purchase from supermarket. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കേണ്ട. നിങ്ങൾ എന്തുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോകുന്നത്? Why did you go to Why supermarket? did you go to supermarket? Why did you go to supermarket? Why don't you go to some other shops that you are going supermarket? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെയാണ് മറ്റ് സ്ഥലത്തുള്ളതിനേക്കാളും കുറച്ചുകൂടി ചീപ്പ് അല്ലെങ്കിൽ റേറ്റ് കുറവ് എന്ന് പറഞ്ഞു. I think here is more cheaper than any other shop. The price of the things more cheaper അല്ലേ? Yes, അപ്പൊ more cheaper എന്ന് വേണ്ട, cheaper എന്ന് കേട്ടോ. cheaper. Okay. Okay. Then the price of any other shop. മറ്റു ഷോപ്പുകളോട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറച്ചുകൂടി ചീപ്പാണ്. ഓക്കെ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാറുണ്ടോ? ചോദിക്കും. നേരത്തെ ചോദിച്ചാലോ? ചോദിക്കും. Do you get fresh items from Here get fresh items. From here? From the supermarket? Okay. അതിന്റെ മറുപടി പറയും. Almost all days I get fresh items. Almost all items are very fresh. Okay, very good. Okay, നമുക്ക് നിർത്താം. ഇത് ഞാനത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കഴിയുന്നതും എന്ന് പറയാൻ ഇംഗ്ലീഷിൽ തന്നെ പറയാം. കൊടുക്കുന്നത് പറയാനൊരു ചമ്മലുണ്ടാവും, ഒരു ചലിപ്പൊക്കെ തോന്നും. പക്ഷെ അതങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ആവശ്യം അല്ല, അത്യാവശ്യമാണ്. അത് നമ്മുടെ അത്യാവശ്യമാണ്.
ഓക്കെ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ക്രോഡീകരിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് ടെൻഡൻസ് അറിയാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റേഴ്സുമാണോ എന്ന് നോക്കിയാൽ മതി. അത് നമ്മൾ പറഞ്ഞു. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ് നമ്മൾ എഴുതെങ്കിൽ ഡു നോട്ട് എന്നോ അല്ലെങ്കിൽ ഡസ് നോട്ട് എന്നോ ചേർക്കണം. അതിന് ഡു നോട്ട് ഏതിന്റെ കൂടെ എല്ലാം വരും, ഡസ് നോട്ട് ഏതിന്റെ കൂടെ എല്ലാം വരും. അത് നമ്മൾ പറഞ്ഞു. ഇനി അത് തന്നെ ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ നോട്ട് കളഞ്ഞിട്ട് ഡു എന്നോ ഡസ് എന്നോ ഏതാണോ നമ്മൾ എഴുതിയിരിക്കുന്നതിന് അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോ അത് ആദ്യം പറഞ്ഞത് ചോദ്യമായിട്ട് മാറി. വീണ്ടും ഒരു സെന്റൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും മാനറും പ്ലേസും ടൈമും ഈ ക്രമം എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർത്ത് ഇരിക്കുകയാണ്. അപ്പൊ സിമ്പിൾ ഇപ്പൊ 2 പാരഗ്രാഫോ 3 പാരഗ്രാഫോ ഒക്കെ നമുക്ക് കാണാൻ പഠിക്കില്ല. നമുക്ക് ഈ ടെക്നിക്ക് അറിയാം. ഇത് ഇങ്ങനെ എഴുതിയാൽ മതി, ശരിയാവും. അപ്പോ വലിയ ടോപ്പ് ലെവലിലുള്ള ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത് സിമ്പിൾ വാചകങ്ങളിൽ നമുക്ക് ഇത് നമ്മുടെ കാര്യം പറയാൻ പറ്റും. അത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഇത് കാണാപ്പടം പഠിച്ച് എഴുതിയേക്കുന്നതല്ല, ഇത് ആലോചിച്ച് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിലിരിക്കട്ടെ ഫുൾ A+. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണെന്ന് മനസ്സിലാവും. അത് സ്വന്തം കൃതിയാണെന്ന് മനസ്സിലാവും. പിന്നെ നമുക്ക് വളരെ ടെക്നിക്കൊക്കെ അറിയാം. നമുക്ക് ഒരുപക്ഷെ 2 വാക്ക് അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് പേജൊക്കെ നമ്മൾ കേൾക്കും. അതൊക്കെ നമ്മൾ വെച്ചിട്ട് പരീക്ഷയിൽ പഠിക്കുമ്പോഴൊക്കെ 2 പോയിന്റ് അറിയാൻ പാടുള്ളൂ. അതൊക്കെ ഒരു പേജ് ഉണ്ടാക്കും. അതുകൊണ്ട് അപ്പൊ സിമ്പിൾ പ്രസന്റ് നമ്മൾ ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ പോകുന്നത് സിമ്പിൾ പാസ്റ്റിലേക്കാണ്. സിമ്പിൾ പാസ്റ്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റുമായിട്ട് പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അതിങ്ങനെയാണോ ഇതങ്ങനെയാണോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കും. ഇല്ല? No, sir. Okay. So we will meet in the next class. Okay? Thank you, sir. Okay, sir. Thank you. Thank you, sir. Thank you. Thank you. Welcome. ഇനി ഏത് മിസ്സിന്റെ ക്ലാസ്സാ? Trees and ആരത്? the ventilator. ഓക്കെ.